दोस्तों नमस्कार। आज की कक्षा में आप सबको स्वागत है। എല്ലാവർക്കും നമ്മുടെ സഹൃദയ ഹിന്ദി സ്റ്റഡി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് അപഭ്രംശിനെ കുറിച്ചാണ്. നമുക്ക് എന്താണ് അപഭ്രംശം എന്ന് മനസ്സിലാക്കാം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ഭാരതീയ ആര്യ ഭാഷകളെക്കുറിച്ച്. ശരിയല്ലേ? ഭാരതീയ ആര്യ ഭാഷകളെക്കുറിച്ച് നാം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിരുന്നു. ഈ ഭാരതീയ ആര്യ ഭാഷകളെ പ്രധാനമായും മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. പ്രാചീന ഭാരതീയ ആര്യ ഭാഷാകാലെന്നും, മധ്യകാലീന ഭാരതീയ ആര്യ ഭാഷാകാലെന്നും, ആധുനിക് ഭാരതീയ ആര്യ ഭാഷാകാൽ എന്ന് മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാചീന ഭാരതീയ ആര്യ ഭാഷാകാലിൽ വരുന്ന ഭാഷ എന്ന് പറയുന്നത് സംസ്കൃത ഭാഷയാണ്. അതുപോലെ മധ്യകാലീന ഭാരതീയ ആര്യ ഭാഷാകാലിൽ വരുന്നത് പാലി, പ്രാകൃത ഔർ അപഭ്രംശ് ആണ്. നോക്കൂ, മധ്യകാലീന ഭാരതീയ ആര്യ ഭാഷാകാൽ, ഇതിനകത്താണ് നമ്മുടെ അപഭ്രംശ് വരിക. കണ്ടല്ലോ. അപ്പോൾ നമുക്കിനി നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അപഭ്രംശ്, അതുപോലെ തന്നെ ഈ അപഭ്രംശ് എന്നത് ഹിന്ദി ഭാഷ ഏവം സാഹിത്യം, അല്ലേ, ഹിന്ദി ഭാഷയുടെ അതുപോലെ സാഹിത്യത്തിനും ഇടയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അപഭ്രംശ് എന്നത്. അപഭ്രംശ് മധ്യ ആര്യ ഭാഷ കാ അന്തിം രൂപ ഹെ. അപഭ്രംശ് മധ്യ ആര്യ ഭാഷയുടെ അവസാന രൂപമാണ്. അതുപോലെ മധ്യകാലീന ആര്യ ഭാഷ കാ തീസരി അവസ്ഥ ഭി ഹെ. മധ്യകാലീന ആര്യ ഭാഷയുടെ തീസരി അവസ്ഥയും കൂടിയാണ് നമ്മുടെ അപഭ്രംശ് എന്നത്. प्राकृतकालीन बोलचाल की भाषा से अपभ्रंश का विकास हुआ. अपभ्रंश का अर्थ है गिरा हुआ या बिगड़ा हुआ. अपभ्रंशिന്റെ ശാബ്ദിക അർത്ഥമാണ് गिरा हुआ അല്ലെങ്കിൽ बिगड़ा हुआ. अपभ्रंश काल 500 ईस्वी से 1000 ईस्वी तक है. അപഭ്രംശിന്റെ കാലഘട്ടം എന്നത് AD 500 മുതൽ AD 1000 വരെയാണ്. അപ്പോൾ നോക്കൂ, AD 500 മുതൽ AD 1000 വരെയുള്ള ഈ കാലയളവിൽ, ഇതിനകത്ത് അല്ലേ, ഈ 500 മുതൽ 1000 വരെയുള്ള കാലയളവിൽ സംസാരിച്ചിരുന്ന ഭാഷയാണ് അപഭ്രംശ് എന്നത്. അതായത് AD 500 മുതൽ AD 1000 വരെയുള്ള കാലയളവിലെ സാധാരണ ജനങ്ങളുടെ സംസാര ഭാഷയായിരുന്നു അപഭ്രംശ്. ഈ സംസാര ഭാഷയ്ക്ക് അപഭ്രംശ് എന്ന് പേര് നൽകിയിരിക്കുന്നത് സംസ്കൃതത്തിലെ പണ്ഡിതന്മാരാണ് നമ്മുടെ ഈ സംസാര ഭാഷയ്ക്ക് അപഭ്രംശ് എന്ന പേര് നൽകിയിരിക്കുന്നത്. अपभ्रंश शब्द के प्राचीनतम रूप पतंजलि के महाभाष्य में मिलते हैं. അപഭ്രംശ് ശബ്ദത്തിൻ്റെ, അതായത് ഈ അപഭ്രംശ സാഹിത്യത്തിൻ്റെ നമുക്ക് പ്രാചീന രൂപം നമുക്ക് പതഞ്ജലിക്ക് മഹാഭാഷ്യനകത്ത് കാണാൻ കഴിയും. इसके अलावा अपभ्रंश भाषा का प्रयोग भरत के नाट्य शास्त्र और कालिदास के नाटक विक्रमोर्वशी के 4th अंक में देख सकते हैं. അതുകൂടാതെ അപഭ്രംശ ഭാഷയുടെ പ്രയോഗം ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിനകത്തും കാളിദാസന്റെ നാടകമായ വിക്രമോർവശീയത്തിനകത്തും വിക്രമോർവശീനകത്തുള്ള 4ാമത്തെ ഭാഗത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപഭ്രംശിന്റെ ഭേദങ്ങൾ. നമുക്ക് അപഭ്രംശിന്റെ ഭേദങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. विभिन्न विद्वानों ने अपभ्रंश के भिन्न भिन्न भेद माने हैं. नामी साधु के अनुसार अपभ्रंश के 3 भेद हैं: उपनागर, अभीर और ग्राम्य. നാമി സാധു അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അപഭ്രംശിനെ അദ്ദേഹം 3ആയി തരംതിരിച്ചിരിക്കുകയാണ്. അപഭ്രംശിനെ 3ആയി തരംതിരിച്ചിരിക്കുന്നു: ഉപനാഗർ, അഭീർ और ग्राम्य. നെക്സ്റ്റ് വൺ മാർക്കണ്ഡേയ് നാഗർ എന്നും ഉപനാഗർ എന്നും ബ്രാജൽ എന്നുമായി 3ആയി തരംതിരിച്ചിരിക്കുകയാണ്. നോക്കൂ, ഫസ്റ്റ് വൺ നാമി സാധു ആണ്. അദ്ദേഹം 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഉപനാഗർ എന്നും അഭീർ എന്നും ഗ്രാമ്യ എന്നുമായിട്ടാണ് അദ്ദേഹം തരംതിരിച്ചിരിക്കുന്നത്. സെക്കൻഡ് വൺ മാർക്കണ്ഡേയ് ആണ്. മാർക്കണ്ഡേയ്
നാഗർ എന്നും ഉപനാഗർ എന്നും ബ്രാജഡ് എന്നും 3 തരംതിരിച്ചിരിക്കുന്നു. നെക്സ്റ്റ് വൺ ഡോക്ടർ യാക്കോബി. ഡോക്ടർ യാക്കോബി 4 ഭേദ മാനത്തെ ഹെ. നമ്മുടെ അപഭ്രംശിനെ അദ്ദേഹം 4 രൂപങ്ങളായിട്ടാണ് 4 ഭേദങ്ങളായിട്ടാണ് അദ്ദേഹം കണക്കാക്കിയിരിക്കുന്നത്. പൂർവി, പശ്ചിമി, ദക്ഷിണി തഥാ ഉത്തരി. विख्यात आलोचक न्यामवर सिंह 2 ही भेद स्वीकार करते हैं, പശ്ചിമി തഥാ പൂർവി. നോക്കൂ, നാം നാമി സാധുവിനെ കണ്ടു. അദ്ദേഹം 3 തരംതിരിച്ചിരിക്കുകയാണ്. ഉപനാഗർ, നാഗർ, അഭേർ എന്നിങ്ങനെ 3 തരംതിരിച്ചു. മാർക്കണ്ഡേയെ 3 തരംതിരിച്ചിട്ടുണ്ട്. നാഗർ എന്ന്, ഉപനാഗർ തഥാ ബ്രാജൻ. പക്ഷേ ഡോക്ടർ യാക്കോബി 4 തരംതിരിച്ചിരിക്കുന്നു. പൂർവി, പശ്ചിമി, ദക്ഷിണി തഥാ ഉത്തരി. അതുപോലെ നാംവർ സിംഹ 2 തരംതിരിച്ചിരിക്കുന്നു. പശ്ചിമി എന്നും പൂർവി എന്നും. അങ്ങനെ വിവിധ പണ്ഡിതന്മാർ അവരുടെ അഭിപ്രായത്തിനകത്ത് അവർ പല രീതിയിലായിട്ടാണ് അല്ലേ, പല ഭേദങ്ങളായി അവർ നമ്മുടെ അപഭ്രംശിനെ തരംതിരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കിന്തു നോക്കൂ, ബോൾചാൽ കി ഭാഷ കെ 7 രൂപതേ. പക്ഷേ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഈ അപഭ്രംശിനെ 7 ഭേദങ്ങളായിട്ടാണ് കണക്കാക്കുക. किंतु बोलचाल की भाषा के 7 रूप दे इन्हीं अपभ्रंश भेदों से विभिन्न आर्य भाषाएं विकसित हुई है. നോക്കൂ, നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഇതിനെ 7 ഭേദങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. പലരും പല രീതിയിൽ അല്ലെ അവരുടേതായ ഇഷ്ടത്തിന് പല ഭേദങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. അതുപോലെ ഡോക്ടർ ധീരേന്ദ്ര വർമ്മ അദ്ദേഹം 5 ഭേദങ്ങളായിട്ട് കണക്കാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് അപഭ്രംശ ഭാഷ, അത് അപഭ്രംശം അതിൽ നിന്ന് വന്നിട്ട് ഏതൊക്കെ അപഭ്രംശം, ഈ 7 അപഭ്രംശങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ 7 അപഭ്രംശ ഭാഷകളും അതിൽ നിന്ന് വന്നിരിക്കുന്ന ആധുനിക ഭാഷകളും നമുക്ക് ആധുനിക ഹിന്ദി ഭാഷകളും ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ, അപഭ്രംശിൻ്റെ ആദ്യത്തെ ഭേദം എന്നത് ശൗരസേനിയാണ്. ഒന്നാമത്തേത് ഫസ്റ്റ് വൺ ശൗരസേനി, സെക്കൻഡ് വൺ പൈശാചി, തേർഡ് വൺ ബ്രാജഡ്, ഫോർത്ത് വൺ ഖസ്, ഫിഫ്ത്ത് വൺ മഹാരാഷ്ട്രി, സിക്സ്ത് വൺ അർത്ഥമാഗധി, സെവൻത് വൺ മാഗധി. ഇതൊക്കെ ഈ 7 രൂപം അപഭ്രംശിൻ്റെ 7 രൂപങ്ങളായിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അവയുടെ പേരുകളാണ് ശൗരസേനി, പൈശാചി, ബ്രാജഡ്, ഖസ്, മഹാരാഷ്ട്രി, അർത്ഥമാഗധി, മാഗധി. അതുപോലെ തന്നെ ഈ ഓരോ അപഭ്രംശിൽ നിന്നും, അതായത് ശൗരസേനി അപഭ്രംശം എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വന്നിരിക്കുന്ന ആധുനിക ഭാഷകൾ ഏതൊക്കെയെന്ന് നോക്കാം. ശൗരസേനി അപഭ്രംശിൽ നിന്ന് പശ്ചിമി ഹിന്ദി, രാജസ്ഥാനി, ഗുജറാത്തി, പഹാഡി. ഈ പഹാഡിക്കകത്ത് നേപ്പാളി ഭാഷയും കൂടി ഉൾപ്പെടുന്നു. ഉൾപ്പെടുന്നുണ്ട്. സെക്കൻഡ് വൺ പൈശാചി, ലെഹന്ത, ബ്രാജഡ്, സിന്ധി. ലെഹന്ത പൈശാചിക്കകത്തുള്ളതാണ്. തേർഡ് വൺ ബ്രാജഡ് ആണ്. ഇതിനകത്ത് സിന്ധിയാണുള്ളത്. അതായത് ബ്രാജഡ് അപഭ്രംശിൽ നിന്നും ഉത്ഭവിച്ച ഭാഷയാണ് സിന്ധി എന്നത്. നെക്സ്റ്റ് വൺ ഖസ് ആണ്. ഖസ് എന്ന അപഭ്രംശ ഭാഷയിൽ നിന്നും ഉത്ഭവിച്ചിരിക്കുന്ന ആധുനിക ഭാഷയാണ് പഹാഡി തഥാ ഉസ്കെ നാഗർ രൂപ. നെക്സ്റ്റ് വൺ മഹാരാഷ്ട്രയിൽ നിന്നിരിക്കുന്നത് മറാഠിയാണ്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഉത്ഭവിച്ചിരിക്കുന്നത് മറാഠിയാണ്. നെക്സ്റ്റ് വൺ അർത്ഥമാഗതിയിൽ നിന്നും അതായത് അർത്ഥമാഗതി അപഭ്രംശിൽ നിന്നും ഉത്ഭവിച്ചിരിക്കുന്ന ആധുനിക ഭാഷയെന്ന് പറയുന്നത് പൂർവി ഹിന്ദിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശൗരസേനി അപഭ്രംശ്, അർത്ഥമാഗതി അപഭ്രംശ്, മാഗധി അപഭ്രംശ്. നാം നേരത്തെ പറഞ്ഞിരുന്നു ശൗരസേനി അപഭ്രംശിൽ നിന്നും പശ്ചിമി ഹിന്ദി, രാജസ്ഥാനി, ഗുജറാത്തി തഥാ പഹാഡി.
അർത്ഥമാഗധി അപഭ്രംശിൽ നിന്നും പൂർവി ഹിന്ദിയാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. മാഗധി, തേർഡ് വൺ, നെക്സ്റ്റ് വൺ മാഗധിയാണ്. മാഗധി അപഭ്രംശിൽ നിന്നും ബിഹാരി, ബംഗാളി, ഉഡിയ, അസ്മിയ. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ശൗരസേനി, അർത്ഥമാഗധി, മാഗധിയാണ്. ഈ ശൗരസേനി, അർത്ഥമാഗധി, മാഗധി അപഭ്രംശിൽ നിന്നാണ്, ഈ അപഭ്രംശകളിൽ നിന്നാണ്, ഈ അപഭ്രംശ ഭാഷകളിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ആധുനിക ഹിന്ദി ഭാഷകൾ ഉത്ഭവിച്ചിരിക്കുന്നത്. ശൗരസേനി അപഭ്രംശിൽ നിന്നും ഉത്ഭവിച്ചിരിക്കുന്ന ആധുനിക ഭാഷകളാണ് പശ്ചിമി ഹിന്ദി, രാജസ്ഥാനി, ഗുജറാത്തി, പഹാഡി. പൈശാചി അപഭ്രംശിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്ന ആധുനിക ഹിന്ദി ഭാഷകളാണ് ലഹന്ത. നെക്സ്റ്റ് വൺ ബ്രാജഡ്. ബ്രാജഡ് അപഭ്രംശിൽ നിന്നും ഉത്ഭവിച്ചിരിക്കുന്ന ആധുനിക ഹിന്ദി ഭാഷയാണ് സിന്ധി. നെക്സ്റ്റ് വൺ ഖസ്. ഖസ് അപഭ്രംശിൽ നിന്നും ഉത്ഭവിച്ചിരിക്കുന്ന ആധുനിക ഭാഷയാണ് പഹാഡി. അതായത് ശൗരസേനി അപഭ്രംശ് തഥാ ഉസ്കെ നാഗർ രൂപാണ്. നെക്സ്റ്റ് വൺ മഹാരാഷ്ട്രി. മഹാരാഷ്ട്രി അപഭ്രംശിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്ന ആധുനിക ഭാഷയാണ് മറാഠി. നെക്സ്റ്റ് വൺ അർത്ഥമാഗധി. അർത്ഥമാഗധി അപഭ്രംശിൽ നിന്നും ഉത്ഭവിച്ചിരിക്കുന്ന ആധുനിക ഭാഷയാണ് പൂർവി ഹിന്ദി. നെക്സ്റ്റ് വൺ മാഗധി. മാഗധി അപഭ്രംശിൽ നിന്നും ഉത്ഭവിച്ചിരിക്കുന്ന ആധുനിക ഭാഷകളാണ് ബിഹാരി, ബംഗാളി, ഉഡിയ, അസ്മിയ. മനസ്സിലാക്കുക, നമ്മുടെ ആധുനിക ഹിന്ദി, അതായത് ഇപ്പോഴത്തെ നമ്മുടെ ആധുനിക ഹിന്ദി ഭാഷയുടെ അല്ലെങ്കിൽ ഹിന്ദി ഭാഷാക്ക ഉത്ഭവ്, ഹിന്ദി ഭാഷയുടെ ഉത്ഭവം എന്ന് പറയുന്നത് अपभ्रंश के शौरसेनी अर्थमागधी और मागधी रूपों से हुआ है. നമ്മുടെ ഹിന്ദി ഭാഷയുടെ ഉത്ഭവം അപഭ്രംശിൻ്റെ ശൗരസേനി അർത്ഥമാഗധി മാഗധി രൂപങ്ങളിൽ നിന്നാണ്, ഭേദങ്ങളിൽ നിന്നാണ് നമ്മുടെ ആധുനിക ഹിന്ദി ഭാഷയുടെ ഉത്ഭവം. നമുക്കിനി അപഭ്രംശിക്ക് വ്യാകരണിക് സ്വരൂപം ഒന്ന് നോക്കാം. നോക്കൂ, നമ്മുടെ ഈ അപഭ്രംശ ഭാഷയ്ക്കകത്ത് 10 സ്വരങ്ങളാണുള്ളത്. സ്വരങ്ങൾ 10 ആണുള്ളത്. അതുപോലെ തന്നെ ഇത് ധ്വന്യാത്മകമാണ്. അതുപോലെ ഈ അപഭ്രംശ ഭാഷയിൽ ഐ, ഔ ഇവയില്ല. ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ അപഭ്രംശിനകത്ത് സ്വരത്തിനകത്ത് ഐയും, നമുക്ക് ഇന്നത്തെ ഐയും ഔവും ഇല്ല. അപഭ്രംശ ഭാഷയിൽ ഐ, ഔ ഇവയില്ല. അതുപോലെ തന്നെ അപഭ്രംശ ഭാഷയിൽ ഉകാർ की പ്രമുഖത है. അതുപോലെ ഉകാരാന്ത് की പ്രമുഖത. അപ്പോൾ ഈ ഉ എന്ന ആ മാത്രയുടെ ആ ശബ്ദത്തിൻ്റെ പ്രയോഗം അപഭ്രംശിനകത്ത് വളരെ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ജെൻ എന്ന് എഴുതണമെങ്കിൽ നമ്മളിപ്പോൾ ജെൻ എന്ന് എഴുതുന്നതിന് അപഭ്രംശ ഭാഷയിൽ ജനു എന്നാണ് എഴുതുക. അതുപോലെ മൻ എന്നാണ് എഴുതുകയാണെങ്കിൽ നമുക്കവിടെ മനു എന്നാണ് അപഭ്രംശിനകത്ത് എഴുതുക. നോക്കൂ, ജെൻ എന്ന് പറഞ്ഞത് ജനു എന്ന് എഴുതി. നോക്കൂ, ഊയുടെ ഒരു മാത്ര കണ്ടല്ലോ, ഉകാരാന്ത് കാ പ്രയോഗം അല്ലേ, ഉകാരാന്തത്തിൻ്റെ പ്രയോഗം ഇവിടെ വളരെ കൂടുതലാണ്. അപഭ്രംശിനകത്ത് ഐയും ഔവും ഇല്ല. അതുപോലെ സ്വരങ്ങൾ 10 ആണ്. അതുപോലെ നെക്സ്റ്റ് വൺ എന്താണ്, ഊക്കി പ്രമുഖത അല്ലേ, ഉകാർക്കി പ്രമുഖത ഹെ. അതുപോലെ നമുക്കിനി അപഭ്രംശിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം. अपभ्रंश शब्द का सर्वप्रथम प्रयोग പതഞ്ജലി ने किया था. നാം നേരത്തെ പഠിച്ചിരുന്നു അല്ലേ, പതഞ്ജലി അപഭ്രംശ ഭാഷയെക്കുറിച്ച്. ആദ്യമായി അതിൻ്റെ ആ അപഭ്രംശ ഭാഷയുടെ പ്രാചീനതം രൂപം എന്ന് പറയുന്നത് പതഞ്ജലിയുടെ മഹാഭാഷ്യത്തിലാണ് കാണാൻ കഴിയുക എന്ന് പറഞ്ഞു അല്ലേ. നോക്കൂ, अपभ्रंश शब्द का सर्वप्रथम प्रयोग पतंजलि ने किया था. अपभ्रंश में 40 ध्वनियां रह गई थी. അപഭ്രംശിനകത്ത് 40 ധ്വനികളാണ് ഉള്ളത്. ആധുനിക് ഭാരതീയ ആര്യ ഭാഷാओं का विकास अपभ्रंश से हुआ है. നാം നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, ആധുനിക ആര്യ ഭാഷാओं का ഭാരതീയ ആര്യ ഭാഷാओं का विकास अपभ्रंश से हुआ है. അതുപോലെ അപഭ്രംശിൻ്റെ ഏതൊക്കെ ഭേദങ്ങളിൽ നിന്നാണ് നമ്മുടെ ആധുനിക ഹിന്ദി ഭാഷയുടെ ഉത്ഭവം നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഏതൊക്കെയാണ്?
शौर्यसेनी अपभ्रंश, अर्थमागधी अपभ्रंश और मागधी अपभ्रंश। आधुनिक भारतीय आर्य भाषाओं का विकास अपभ्रंश से हुआ है। अपभ्रंश में साहित्य रचना सर्वप्रथम वल्लभी के राजा दर्शसेन के शिलालेख में मिलता है। അടുത്ത പോയിന്റ്, अपभ्रंश में साहित्य रचना सर्वप्रथम वल्लभी के राजा दर्शसेन के शिलालेख में मिलता है। അടുത്ത പോയിന്റിലേക്ക് പോവാം. हेमचंद्र ने देशी शब्द संग्रहों नाम से एक कोश नागर अपभ्रंश में लिखा, जिसे अपभ्रंश का व्याकरण कहा जाता है. हेमचंद्रൻ ദേശീ ശബ്ദ സംഗ്രഹ് എന്ന് പറയുന്ന ഒരു കോശ് സാഗർ അപഭ്രംശമേ ലിഖ. അപഭ്രംശിനകത്ത് ദേശീ ശബ്ദ സംഗ്രഹ് എന്ന് പറയുന്ന ഒരു കോശ് സാഗർ എഴുതി. ജിസെ അപഭ്രംശ് കാ വ്യാകരൺ കഹാ ജാതാ ഹെ. ഇതിനെ അപഭ്രംശിൻ്റെ വ്യാകരൺ, അപഭ്രംശിലെ വ്യാകരൺ എന്നാണ് പറയപ്പെടുന്നത്. അത് ഏതാണ്? ഇത് എഴുതിയിരിക്കുന്ന ആളാരാണ്? ഹേമചന്ദ്രനാണ്. പുസ്തകത്തിൻ്റെ പേര് ദേശീ ശബ്ദ സംഗ്രഹ്. ഇതിനെ अपभ्रंश का व्याकरण कहा जाता है. അടുത്ത പോയിന്റ്, अपभ्रंश के भेद उत्तर भारत में നോക്കൂ, उत्तर भारत में अपभ्रंश के 7 भेद प्रचलित है. अपभ्रंशिൻ്റെ നമ്മുടെ ഉത്തര ഭാരതത്തിനകത്ത് 7 ഭേദങ്ങളാണുള്ളത്. അടുത്ത പോയിന്റിലേക്ക് നോക്കാം. चंद्रधर शर्मा गुलेरी ने उत्तरी अपभ्रंश को पुरानी हिंदी नाम दिया है. ചന്ദ്രധർ ശർമ്മ ഗുലേരിയാണ് ഉത്തരി അപഭ്രംശിന് പുരാനി ഹിന്ദി എന്നുള്ള പേര് നൽകിയിരിക്കുന്നത്. പേരോർമ്മിക്കുക, ചന്ദ്രധർ ശർമ്മ ഗുലേരി. ചന്ദ്രധർ ശർമ്മ ഗുലേരിയാണ് ഉത്തരി അപഭ്രംശിന് പുരാനി ഹിന്ദി എന്നുള്ള പേര് നൽകിയിരിക്കുന്നത്. ചന്ദ്രധർ ശർമ്മ ഗുലേരിയാണ്. അടുത്ത പോയിന്റ്, भोला शंकर ने अपभ्रंश को अवहट नाम दिया. भोला शंकर अपभ्रंश को अवहट नाम दिया. നോക്കൂ, ഈ അപഭ്രംശിനെ അവഹട്ട് എന്ന് പേര് കൊടുത്തിരിക്കുന്നത് അല്ലെ, എന്ന പേരിൽ വിളിച്ചിരിക്കുന്നത് ഭോലാ ശങ്കറാണ്. ഭോലാ ശങ്കറാണ്. അടുത്ത പോയിന്റ്, अपभ्रंश भाषा के प्रथम व्याकरणाचार्य हेमचंद्र थे. നാം നേരത്തെ പഠിച്ചിരുന്നു അല്ലേ, ദേശീ ശബ്ദ സംഗ്രഹ് എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് അല്ലേ, ഇത് ഹേമചന്ദ്രനാണ്. ഇതൊരു കോശ് സാഗറാണ്. ഇതിനെ അപഭ്രംശിൻ്റെ വ്യാകരൺ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ വ്യാകരണ പുസ്തകം എഴുതിയിരിക്കുന്ന ആളാണ് നമ്മുടെ ഹേമചന്ദ്രൻ. ഇദ്ദേഹത്തെ നമ്മുടെ अपभ्रंशिലെ പ്രഥം വ്യാകരണാചാരി എന്നാണ് വിളിക്കപ്പെടുന്നത്. अपभ्रंश ശബ്ദ തത്സം ഹെ. നമ്മുടെ अपभ्रंश ശബ്ദം തത്സമമാണ്. അതുപോലെ അടുത്ത പോയിന്റ്, अपभ्रंश അകാർബുല ഭാഷ ഹെ. अपभ्रंश എന്നത് അകാർബുല ഭാഷയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട പോയിന്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണിത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്